അവിടുന്ന് ബൈക്കിന് ജോലി സ്ഥലത്തേക്ക് വരികയായിരുന്നു. അപ്പോൾ KTC പമ്പ് എത്തിയപ്പോൾ ഒരു പുക വരുന്നത് കണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് തീപിടുത്താണല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ നിർത്തി എല്ലാവരോടും പറഞ്ഞ് അന്നേരമാണ് എല്ലാവരും മേലോട്ട് ശ്രദ്ധിക്കുന്നത്. ആദ്യം കണ്ടേ, അവിടുന്ന് വരുമ്പോൾ കണ്ടേ, ഇവിടെ ആരോ കണ്ടാ അറിയില്ല. ഞാനത് നിർത്തി ഇവിടുന്ന് എല്ലാവരോടും പറഞ്ഞ് തീ പിടിക്കുന്നു. വലിയ രീതിയിലുള്ള തീ തന്നെയായിരുന്നു. വലിയ തീയായിരുന്നു. പിന്നെ മേലെ അവര് കെടുത്താൻ തുടങ്ങിയ ശേഷം ചെറിയൊരു ഇത് വന്നാണ്. ഇതിന്റെ കാരണം എന്താന്നൊക്കെ സാർ, ഇതിന്റെ കാരണം എന്താന്നുള്ളത് ഇല്ല, ഒന്നും അറിയില്ല. മുകളിലാന്ന് അതിന്റെ പേര് അറിയുള്ളൂ. തീ നിയന്ത്രണം നിയന്ത്രണം എത്ര ഫയർഫോഴ്സ് കൃത്യമായിട്ട് അറിയില്ല. നമ്മള് ഡ്യൂട്ടിക്ക് വന്നാണ്, കൃത്യമായിട്ട് അറിയില്ല. അപ്പൊ എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഇപ്പോൾ അവിടെ നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു പുക മാത്രമാണ് ഉയരുന്നത്. ചേട്ടാ എവിടെ ഉണ്ടായിരുന്നു? ഇല്ല, ഞാൻ മുകളിലേക്ക് കയറിപ്പോയിരുന്നു. അവിടെ പിന്നെ എന്താണ് AC കാര്യങ്ങൾ മാത്രമാണ് അവിടെ? എന്താ ഞാൻ സെക്യൂരിറ്റി മാത്രം, കൂടുതൽ അതിന്റെ മുകളിലുള്ള അറിയില്ല. രോഗികളുള്ള സ്ഥലമല്ല? ഇല്ല, രോഗിയില്ല. ഒരു പ്ലാന്റ് ആണ്. ഒരു ഗ്യാസ് പ്ലാന്റ് അങ്ങനെന്താണ്. എന്താ കൃത്യമായിട്ട് അതിന്റെ സ്റ്റാഫിനെ അറിയുള്ളൂ. ഞാൻ ഇവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ആളെ. മോള് കത്തനുണ്ടപ്പോ ഞാൻ മുകളിലേക്ക് ഓടിപ്പോയതാ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇപ്പൊ കൺട്രോൾ ആയതാ പറഞ്ഞു. അപ്പൊ എന്തായാലും തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ദൃശ്യങ്ങളിൽ നിന്നും അത് തന്നെയാണ് മനസ്സിലാവുന്നത്. എന്തായാലും ചെറിയ രീതിയിലുള്ള ഒരു പുക മാത്രമാണ് ആ പ്രദേശത്ത് നിന്നും ഉയരുന്നത്. നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. ഈ അധികൃതരടക്കം തന്നെ മുകളിലേക്ക് കയറിയിട്ടുണ്ട്. എന്തായാലും 4 യൂണിറ്റോളം ഫയർഫോഴ്സ് എത്തിയാണ്. വളരെ വേഗത്തിലുള്ള ഒരു പ്രവർത്തനമായതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തീ അണക്കാൻ സാധിച്ചത്. മുകളിൽ AC പ്ലാന്റ് ഉള്ള ഭാഗത്താണ് തീപിടുത്തമുണ്ടായത്. എന്തായാലും വളരെ വേഗത്തിൽ ഈ നാട്ടുകാരാണ് കണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. പിന്നീട് ആശുപത്രി അധികൃതരെ അറിയിക്കുകയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഈ ഇവിടേക്ക് ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുകയും പെട്ടെന്ന് തന്നെ തീ അണക്കുകയും ചെയ്തതുകൊണ്ട് വലിയ രീതിയിൽ തീ പടർന്നു പിടിച്ചില്ല. ഇത് മാത്രമല്ല, ഏറ്റവും ആശ്വാസകരമായ കാര്യം 8ാം നില വരെയാണ് ഇവിടെ രോഗികളെ പാർപ്പിച്ചിരിക്കുന്നത്. അതിന് മുകളിലായ 9ാം നിലയിലാണ് AC പ്ലാന്റ് അടക്കമുള്ള പുതിയ കെട്ടിടമാണ്. ഈ ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ പുതിയ കെട്ടിടം C ബ്ലോക്കിലാണ് തീപിടുത്തമുണ്ടായത്. 8ാം നില വരെയാണ് ഇവിടെ രോഗികളെ പാർപ്പിച്ചിരുന്നത്. 9ാം നിലയിൽ ഈ AC പ്ലാന്റ് ഒക്കെ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് ഈ തീപിടുത്തമുണ്ടായിരുന്നത്. നമുക്ക് അധികൃതരിൽ നിന്ന് നേരത്തെ മനസ്സിലാക്കാൻ സാധിച്ചത് AC ഇൻസുലേഷൻ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിലൊരു സാങ്കേതിക തകരാറ് മൂലമായിരിക്കണം ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ തന്നെ അല്പസമയത്തിനകം കൂടുതൽ വ്യക്തമാകുമെന്ന് കരുതുന്നു. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട്. പുക ഉയരുന്നതൊക്കെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. പുകയൊക്കെ അത്യാവശ്യം നിന്നിട്ടുണ്ട്. നമുക്ക് ഏറ്റവും ആശ്വാസകരമായ കാര്യം കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ ആർക്കും